dears, welcome to my class. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് Unit-1 first chapter. Today we are going to a new topic. How far is the river? What is the title of the story? How far is the river? അപ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ട് പോകാം. How far is the river? Written by Ruskin Bond. ആരാണ് ഈ സ്റ്റോറി എഴുതിയിട്ടുള്ളത്? Ruskin Bond. അപ്പോൾ നമുക്ക് നോക്കാം. Let us read. Here is a boy who set out on a trip to appreciate the beauty of nature. Where does he go? What does he see there? How does he feel? Let us find out. എന്താ പറയുന്നത്? ഇവിടെ ഒരു കുട്ടിയുടെ കഥയാണ് പറയുന്നത്. അവന് ഒരു യാത്ര പോകുകയാണല്ലേ. എന്ത് യാത്രയാണ്? പ്രകൃതിയെ കാണാൻ, ആസ്വദിക്കാൻ വേണ്ടി പ്രകൃതിയിലേക്ക് പോകാണ്. അപ്പോൾ അവൻ അവിടെ എന്തൊക്കെയാണ് കാണുന്നത്? അവൻ അവിടെ കാണുന്നത് അവനക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് പറയുന്ന ഒരു സ്റ്റോറിയാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹൗ ഫാർ ഈസ് ദ റിവർ റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ട് പോകാം. Between the boy and the river stood a mountain. The boy was young and the river was small, but the mountain was big. Between the boy and the river stood a mountain. ആ കുട്ടിയുടെയും റിവറിൻ്റെയും ഇടയിലുള്ള ഒരു മൗണ്ടെയിൻ അല്ലേ, ഒരു വലിയ മലയുണ്ട്. പക്ഷെ എന്താ പറയുന്നത്? ദ ബോയ് വാസ് യങ് ആൻഡ് ദ റിവർ വാസ് സ്മോൾ. ആ കുട്ടി ഏറ്റവും ചെറിയ കുട്ടിയാണല്ലേ, അതുപോലെ തന്നെയാണ് ആ റിവറും ചെറുതാണ്. ബട്ട് ദ മൗണ്ടെയിൻ വാസ് ബിഗ്. പക്ഷെ എന്താണ്, അവിടെയുള്ള മല അല്ലേ, ആ മൗണ്ടെയിന് വളരെയധികം വലുതാണ്. The thickly forested mountain hid the river, but the boy knew it was there. He had never seen the river with his own eyes, but from the villagers he had heard of it, of the fish in its water and of its rocks. He wished to touch the water and know it personally. The thickly forested mountain hid the river, but the boy knew it was there. ആ മൗണ്ടെയിൻ നിൽക്കുന്ന സ്ഥലത്ത് നിറയെ മരങ്ങളാണല്ലേ. ഒരുപാട് മരങ്ങളുള്ളത് കൊണ്ട് തന്നെ ആ കുട്ടി നിൽക്കുമ്പോൾ ആ മലയുടെ അപ്പുറത്തുള്ള റിവർ ശരിയായിട്ടൊന്നും കാണാൻ പറ്റിയിരുന്നില്ല. പക്ഷെ കുട്ടിക്ക് അറിയാമായിരുന്നു ആ മലയ്ക്ക് അപ്പുറത്ത് ഒരു റിവർ ഉണ്ടെന്ന് കുട്ടിക്ക് അറിയാമായിരുന്നു. He had never seen the river with his own eyes. അവൻ ഒരിക്കലും അവൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ആ റിവർ കണ്ടിട്ടില്ല. But from the villagers he had heard of it. പക്ഷേ അവൻ്റെ ഗ്രാമവാസികൾ, അവിടെയുള്ള ആൾക്കാരിൽ നിന്ന് അവന് ആ റിവറിനെ പറ്റി കുറേ കേട്ടിട്ടുണ്ടല്ലേ. എന്താ കേട്ടത്? ഓഫ് ദ ഫിഷ് ഇൻ ഇറ്റ്സ് വാട്ടർ ആൻഡ് ഓഫ് ഇറ്റ്സ് റോക്സ്. ആ റിവറിലെ ഫിഷിനെ പറ്റി, മീനുകളെ പറ്റി, അതിലുള്ള കല്ലുകളെ പറ്റി അവന് കേട്ടിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മളൊരു ഗ്രാമത്തിൽ താമസിക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും? കുളങ്ങളും റിവറുകളൊക്കെ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ പോയിട്ടുണ്ടാവില്ല. നമ്മളങ്ങനെ മറ്റു പല ആളുകളിൽ നിന്ന് കേട്ടറിവുണ്ടാവില്ലേ. അതുപോലെയാണ് നമ്മുടെ ഈ കുട്ടിയുടെ കേസിലും പറയുന്നത്. ആ മലയുടെ അപ്പുറത്തൊരു നദി ഉണ്ടെന്ന് അവനക്കറിയാം, പക്ഷെ അവൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ അവനിങ്ങനെ കേട്ടിട്ടുണ്ടല്ലേ. അവൻ എന്തായിരുന്നു ആഗ്രഹം? ഹി വിഷ്ഡ് ടു ടച്ച് ദ വാട്ടർ ആൻഡ് നോ ഇറ്റ് പേഴ്സണലി. ആ നദിയിലെ വാട്ടർ കൈകൊണ്ട് ടച്ച് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നില്ലേ. അതൊക്കെ സ്വയം അനുഭവിച്ചറിയാനുള്ളൊരു ആകാംക്ഷയായിരുന്നു ആ കുട്ടിക്ക്. അതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. He stood in front of his house on the hill opposite the mountain and gazed across the valley. Dreaming of the river, he was about 12 years old, a sturdy boy and untidy black hair and shining black eyes. He had fine features and clear brown skin, but his hands and feet were rough and scratched. He was barefoot not because he could not afford shoes, but because he liked and feel of warm stones and cool grass. എന്നിട്ട് എന്താ പറയുന്നത്? ആ മൗണ്ടെയിനിലെ, ആ വലിയ മലയുടെ ഓപ്പോസിറ്റിലുള്ള ഒരു ഹില്ലിലെ ഒരു കുന്നിൻ്റെ മുകളിലാണ് അവൻ താമസിച്ചിരുന്നത് അല്ലേ. അവൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള മൗണ്ടെയിൻ്റെ ഓപ്പോസിറ്റുള്ള ഹില്ലിൻ്റെ മുകളിൽ ഇങ്ങനെ കയറിയിട്ട് അവൻ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? ആ വലിയ മല ഉണ്ടല്ലേ, ആ മൗണ്ടെയിൻ്റെ അപ്പുറത്തുള്ള ഒരു വാലി, താഴ്വാരേൻ്റെ അടുത്താണ് എന്തുള്ളത്? റിവർ അല്ലേ. അവിടേക്ക് അങ്ങനെ നോക്കിയിട്ട് അവൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ സ്വപ്നം കാണുക അല്ലേ. കാരണം എന്താണ്? അവിടെ റിവർ ഉണ്ട്, അതിനെപ്പറ്റി ഇങ്ങനെ സ്വപ്നം കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം നമുക്കറിയാം, നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തെക്കുറിച്ച് നമ്മൾ കണ്ടാൽ അങ്ങോട്ട് ഇങ്ങനെ ഒരു അന്തമില്ലാതെ നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ തിങ്ക് ചെയ്യൂലേ. അതുപോലെ നമ്മുടെ കുട്ടി ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ആ ദൂരേക്ക് നോക്കി ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. അവനക്ക് എത്ര വയസ്സാണ്? 12 വയസ്സായിട്ടുണ്ട്. അവനാണെങ്കിൽ എങ്ങനെയുള്ള കുട്ടിയാണ്? നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കുട്ടിയാണല്ലേ. അവൻ്റെ അപ്പിയറൻസ് പറയുന്നുണ്ട്, ചീകി വെക്കാത്ത കറുത്ത മുടിയായിരുന്നു, നല്ല തിളക്കമുള്ള കറുകറുത്ത കണ്ണുകളായിരുന്നു അവൻ്റേതല്ലേ. കാണുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള കുട്ടിയാണല്ലേ.
അവൻ്റെ സ്കിൻ എങ്ങനെയാണ്? തവിട്ട് നിറമായിരുന്നു അല്ലേ. അവൻ്റെ കൈകളും കാലുകളും എന്തായിരുന്നു? ഭയങ്കര റഫായിരുന്നു അല്ലേ, പരുപ്പരുത്തതായിരുന്നു. അങ്ങനെ അവൻ്റെ കയ്യിലും കാലിലൊക്കെ ഒരുപാട് കോറലുകളൊക്കെ അവൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു അല്ലേ. അതുപോലെ തന്നെ അവന് ചെരുപ്പൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. എന്തുകൊണ്ടാണ്? നഗ്നപാതനായിട്ടാണ് അവൻ നടന്നിരുന്നത്. കാര്യം എന്താണ്? അവന് ഷൂ വാങ്ങാൻ ക്യാഷ് ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, ചെരുപ്പിടാതെ നടന്നിരുന്നത് എന്തുകൊണ്ടാണ്? അവന് എന്താണ് ഇഷ്ടമുണ്ടായിരുന്നത്? അവനിങ്ങനെ നടക്കുന്ന സ്ഥലത്ത് നല്ല ചൂടുള്ള വലിയ വലിയ പാറക്കല്ലുകളുടെ മുകളിലൊക്കെ ചവിട്ടിയിട്ട് ആ ഫീൽ അറിയണം. അതുപോലെ തന്നെ ഒരുപാട് പച്ച പുല്ലുകളുണ്ടല്ലേ, പച്ച പുല്ലുകളിലൂടെ ചവിട്ടിയിട്ട് അതിൻ്റെ തണുപ്പൊക്കെ തലോടിയിട്ട് അതിൻ്റെയൊക്കെ ഫീലിങ്സ് നേരിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് അവന് ചെരുപ്പിടാതെ നടന്നിരുന്നത്. അതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. It was 11 o'clock and he knew his parents wouldn't return home till evening. There was a loaf of bread he could take with him and on the way he might find some fruits. അപ്പം എന്താ പറയുന്നത്? സമയം 11 മണി ആയിട്ടുണ്ടല്ലേ. അവൻ അറിയാമായിരുന്നു അവൻ്റെ പാരൻസ്, അതായത് അച്ഛനും അമ്മയും ഇപ്പോഴൊന്നും വരില്ല, വൈകുന്നേരം ആകുമ്പോഴേ വീട്ടിൽ തിരിച്ചു വരൂ എന്ന്. കാര്യം എന്താണ്? അവൻ്റെ ഫാദറും മദറും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഏതോ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അവൻ എന്താ ഉണ്ടായിരുന്നത്? അവിടെ ഒരു വലിയ പീസ് ഓഫ് ബ്രെഡ് ഉണ്ടായിരുന്നല്ലേ. അവൻ എവിടേക്കാണ് പോകാൻ തയ്യാറെടുക്കുന്നത്? ആ നദി കാണാൻ വേണ്ടി പോവുകയാണല്ലേ. അപ്പോൾ അങ്ങനെ നദി കാണാൻ പോകുമ്പോൾ എന്തൊക്കെ കൂടെ കൊണ്ടുപോകണം? അങ്ങനെ ഒരു വലിയ ബ്രെഡ് ഉണ്ടായിരുന്നു. ആ ബ്രെഡ് എന്ത് ചെയ്തു? ഒരു പേപ്പറിൽ പൊതിഞ്ഞു. എന്നിട്ട് അവനിങ്ങനെ വിചാരിക്കുകയാണ്, ഇനി ബാക്കിയുള്ള സാധനങ്ങൾ പോകുന്ന വഴി കാട്ടിലൂടെയാണ് പോകുക അല്ലേ. പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് കിട്ടുമെന്ന് അവന് വിചാരിക്കുകയാണ്. It was an opportunity he had waited for. His mother and father had gone to visit relatives for the entire day and had left him on his own. If he came home before dark, before they returned, they wouldn't know where he had been. എന്താ പറയുന്നത്? ഇതായിരുന്നു അവന് കാത്തിരുന്ന അവസരം അല്ലേ. അവൻ്റെ ഫാദറും മദറും അവൻ്റെ റിലേറ്റീവ്സിനെ കാണാൻ പുറത്ത് പോയിരിക്കുകയാണ്. മുഴുവൻ ദിവസവും അവന് എന്താണ്, അവൻ്റെ ഫാദറും മദറും വീട്ടിലുണ്ടാകില്ലല്ലേ. അതായത് അവനെ ഒറ്റക്കാക്കിയിട്ടാണ് അവർ പോയിരിക്കുന്നത് റിലേറ്റീവിനെ കാണാൻ വേണ്ടിയിട്ട്. ഇനി അവർ തിരിച്ച് വരുമ്പോഴേക്കും ഇരുട്ടായി തുടങ്ങും. അപ്പോഴേക്കും എനിക്ക് നദിയൊക്കെ കണ്ടെത്താം. അവൻ്റെ അച്ഛനും അമ്മയും അറിയുപോലുമില്ല അവന് എങ്ങോട്ടാ പോയത്, എവിടെയായിരുന്നു, പുറത്തു പോയിരുന്നോ എന്നൊന്നും അവരൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. He went into the house and wrapped the loaf in a newspaper. Then he closed all the doors and windows. അവൻ എന്ത് ചെയ്തു? അകത്തേക്ക് ഒറ്റ കയറലില്ലേ. എന്നിട്ട് ആ ലോഫ് ഓഫ് ബ്രെഡില്ലേ, ആ ബ്രെഡ് എന്ത് ചെയ്തു? ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു. എന്തിനാണ്? അവന് പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു? അത് കയ്യിൽ പിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അവന് അകത്തുള്ള കതകും ജനലും എല്ലാം ക്ലോസ് ആക്കി സുരക്ഷിതമായിട്ട് എന്ത് ചെയ്തു? വീടൊക്കെ സുരക്ഷിതമാക്കിയിട്ട് അവന് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി. എന്നിട്ടോ the path to the river dropped steeply into the valley. The rose and went round the big mountain. It was frequently used by the villagers, the woodcutters, milkmen and mule drivers. But there were no villages beyond the mountain or near the river. എന്നിട്ട് അവൻ പോകുന്ന വഴി എങ്ങനെയുള്ളതാണ്? കുത്തനെ പോകുന്നൊരു വഴിയാണല്ലേ ഈ വാലിയിലേക്ക് പോകുന്നത്. പിന്നെ എങ്ങോട്ടാണ് ആ വഴി പോകുന്നത്? ആ വലിയ മൗണ്ടൈനെ ചുറ്റിയാണ് പോകുന്നത്. ഈ വഴി സ്ഥിരമായിട്ട് ആരൊക്കെയാണ് ഉപയോഗിക്കാറ്? വില്ലേജേഴ്സ് അല്ലേ. ആരാണ്? ഗ്രാമവാസികള്. അതുപോലെ തന്നെ വുഡ് കട്ടർ, മരം വെട്ടുകാര്, മിൽക്ക് മാൻ, എന്താണ്, പാല് കൊണ്ടുപോകുന്ന ആളുകള്. അതുപോലെ തന്നെ മ്യൂൾ ഡ്രൈവർ, എന്താണ്, നമ്മൾ കാളവണ്ടിക്കാരൊക്കെ അല്ലേ, അവരൊക്കെയാണ് എന്താണ് ഈ ഒരു വഴി ഉപയോഗിക്കാറെന്നാ പറയുന്നത് അല്ലേ. ബട്ട് there were no villages beyond the mountain or near the river. പിന്നെന്താ പറയുന്നത്? ഈ മൗണ്ടെയിൻ വരെ ആരുള്ളൂ? വില്ലേജേഴ്സ് ഒക്കെ ഉള്ളൂ അല്ലേ. അതിൻ്റെ അപ്പുറത്ത് ആരെങ്കിലും താമസമുണ്ടോ? ഇല്ല. അതിൻ്റെ പരിസരത്തും അടുത്തൊന്നും ഒരാളും ഇല്ല എന്നാ പറയുന്നത്. The boy passed a woodcutter and asked him. അങ്ങനെ ഈ കുട്ടി നടന്ന് പോകുന്ന വഴിയിൽ ആരെ കണ്ടു? ഒരു മരം വെട്ടുകാരനെ കണ്ടുല്ലേ. എന്നിട്ട് അവൻ എന്താ ചോദിച്ചത്? ആൻഡ് ആസ്ക്ഡ് ഹിം ഹൗ ഫാർ ഇറ്റ് വാസ് ടു ദ റിവർ. എന്നിട്ട് കുട്ടി ചോദിക്കുകയാണ്, ഇനി എത്ര ദൂരമുണ്ട് ആ റിവറിലോട്ട് ഇനി എത്ര ദൂരമുണ്ട് എന്ന് ഈ കുട്ടി മരം വെട്ടുകാരനോട് ചോദിക്കുകയാണ്. It was short but powerful man with a creased and weathered face and muscles that stood out in hand ugly looms. ഇനി എന്താ പറയുന്നത്? ഈ വുഡ് കട്ടറിൻ്റെ അപ്പിയറൻസ് ആണല്ലേ പറയുന്നത്. അദ്ദേഹം എങ്ങനെയുള്ള ആളായിരുന്നു? ഉയരം കുറഞ്ഞ ആളായിരുന്നു അല്ലേ, പക്ഷേ അയാൾ നല്ല ബലമൊക്കെയുള്ള ആളായിരുന്നു.
അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസിലെ ആകെ ചുക്കിച്ചൊളിഞ്ഞ് കരിവാളിച്ചൊരു ഫേസായിരുന്നു. കാര്യം എന്താണ്, മരം വെട്ടുന്ന ആളാണല്ലേ, അപ്പോൾ വെയിലൊക്കെ കൊണ്ടിട്ട് ഫേസൊക്കെ ആകെ ചുളിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മസിൽസൊക്കെ എങ്ങനെയാണ്, വലിയ വലിയ മുഴ പോലെയാണ് മസിൽസൊക്കെ ഇരിക്കുന്നത്. കാര്യം എന്താണ്, അദ്ദേഹം തടിയില്ലാത്തൊരു വ്യക്തിയാണല്ലേ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ നരമ്പും മസിലൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു അപ്പിയറൻസ് ആണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹം എന്താ പറയുക, 7 miles he said, which was fairly accurate. Why do you want to know? I'm going to the river, said the boy. Alone? Of course. അപ്പം എന്താ പറയുന്നത്, അപ്പോൾ വുഡ്കട്ടർ പറയാണ് 7 miles ആണ് ഇവിടുന്ന് അങ്ങോട്ടുള്ളത്. അദ്ദേഹം ഏകദേശം എന്താണ് പറഞ്ഞത് ശരിയാണല്ലേ. അപ്പം അദ്ദേഹം ചോദിക്കുകയാണ്, എന്താ ചോദിക്കണത്, വാട്ട് യു വാണ്ട് ടു നോ, നീ എന്തിനാ ഇത് അറിയുന്നത്. അപ്പോൾ ബോയ് എന്താ പറയുന്നത്, ഐ എം ഗോയിങ് ടു ദ റിവർ, സെഡ് ദ ബോയ്. അപ്പോൾ കുട്ടി പറയാണ്, ഞാൻ എന്ത് ചെയ്യാണ്, ആ നദി കാണാൻ പോകുകയാണ്. എലോൺ, നീ തനിച്ചാണോ. അപ്പോൾ ഓഫ് കോഴ്സ്, തീർച്ചയായും. ബട്ട് ഇറ്റ് ഈസ് ടു ഫാർ. ഇറ്റ് വിൽ ടേക്ക് യു 3 hours to reach there and then you have to come back. It will be getting dark. Besides, it is not an easy road. ഇപ്പോൾ മരംവെട്ടുകാരൻ എന്താ പറയുന്നത്, പക്ഷേ അത് വളരെയധികം ദൂരെയാണല്ലോ, നിനക്ക് അവിടെ എത്താൻ തന്നെ 3 മണിക്കൂർ എടുക്കൂലേ, പിന്നെ നിനക്ക് തിരിച്ചു വരികയും വേണ്ടേ, യാത്രയ്ക്ക് വേണ്ടി മാത്രം 3 മണിക്കൂർ വേണം. കാര്യം എന്താണ്, അങ്ങോട്ട് പോകാനും 3 മണിക്കൂർ, അതുപോലെ ഇങ്ങോട്ട് വരാനും എന്താണ് 3 മണിക്കൂർ വേണമല്ലേ. അപ്പോൾ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം എപ്പോഴാണ്, 11 മണി കഴിഞ്ഞിട്ടല്ലേ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്തായിരിക്കും, രാത്രിയാകൂലേ. എന്നിട്ട് എന്താ പറയുന്നത്, ബിസൈഡ് ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി റോഡ്. അപ്പം എന്താണ്, അല്ല നിനക്ക് അവിടെ എത്തിച്ചേരാൻ അത്ര എളുപ്പമുള്ള റോഡൊന്നല്ല, കുറച്ച് എന്താണ് കുടുങ്ങിക്കിടക്കുന്ന റോഡാണ്, ഭയങ്കര ഈസി ആയിട്ടൊന്നും പോയി വരാൻ പറ്റുന്ന റോഡല്ല. ഐ ആം എ ഗുഡ് വാക്കർ, സെഡ് ദ ബോയ്, though he had never walked further than the miles from his house to his school. അപ്പോൾ കുട്ടി എന്താ പറയുന്നേ, ഞാൻ നല്ലോണം നടക്കൂലേ. അവന് വുഡ്കട്ടറിനോട് നല്ല നടത്തക്കാരനാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവനാകെ നടന്നിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് എന്താണ്, അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ സ്കൂളിലേക്കുള്ള ചെറിയ ദൂരം മാത്രമാണ് അവൻ നടന്നിട്ടുള്ളൂ അല്ലേ. പക്ഷേ അയാളോട് വലിയ കാര്യത്തിൽ പറയാണ്, എനിക്ക് നല്ലോണം നടക്കാൻ അറിയാമെന്ന് അല്ലേ. The path was steep and the boy had to run most of the time. It was a dizzy, winding path and he slipped once or twice. The hill was covered with lush green ferns. The trees were wound in creepers and a great wild dahlia suddenly reared its golden head from the leaves and ferns. അങ്ങനെ നമ്മുടെ ഈ കുട്ടി പോകുന്ന വഴി ഭയങ്കര കുത്തനുള്ള വഴിയായിരുന്നു അല്ലേ. കയറാൻ വേണ്ടിയിട്ട് അവന് ഒരുപാട് റിസ്ക് എടുത്തില്ലേ, ഒരുപാട് ടൈം അവൻ എന്ത് ചെയ്തു, ഓടി കയറേണ്ടി വന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ മലയുണ്ടല്ലേ, ആ മലയെ ചുറ്റിയിട്ടുള്ള വഴിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവന് കയറുമ്പോൾ തലക്കറക്കുണ്ടായിരുന്നൊരു ഫീല് പോലെയായിരുന്നു അവനക്ക്. അതുപോലെ തന്നെ ഒരുപാട് ചുറ്റിയുള്ള വഴിയാണ്. അതുപോലെ തന്നെ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, 1-2 പ്രാവശ്യം അവൻ്റെ കാല് സ്ലിപ്പാവുകയും ചെയ്തിട്ടുണ്ട് അല്ലേ. ആ കുന്നിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് എന്താണ്, നല്ല മനോഹരമായിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള പച്ച നിറത്തിലുള്ള ഇലച്ചെടികളായിരുന്നു. മരങ്ങളെ ചുറ്റും വള്ളിച്ചെടികൾ പടർന്ന് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ ഡാലിയപ്പൂവ്, അതിൻ്റെ നല്ല മഞ്ഞ കളറിലെ സ്വർണ്ണ നിറത്തിലുള്ള പൂവ് ഇങ്ങനെ വിടർന്ന് നിൽക്കുകയാണ് ആ ഇലയുടെ ഇടയിലൂടെ എന്നാണ് കുട്ടി പറയുന്നത്. അത്രക്കും മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഓക്കെ, soon the boy was the valley and the path straightened out and rose. He met a girl who was coming from the opposite direction. She held a long curved knife with which she had been cutting grass. The bangles she wore made music when she moved her hands, and it was as though the hands spoke a language of their own. അപ്പം എന്താ പറയുന്നത് കുട്ടി, അങ്ങനെ നമ്മുടെ ഈ കുട്ടി നടന്ന് എവിടെ എത്തി, അവനൊരു വാലിയിലെത്തില്ലേ, ഒരു താഴ്വാരയിലെത്തി. അവന് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ വഴി ഇങ്ങനെ നിരന്ന് കിടക്കുകയാണല്ലേ. കുറച്ച് കഴിഞ്ഞ് അതിങ്ങനെ എന്ത് ചെയ്യാനാണ്, ഉയർന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ അവന് വീണ്ടും ഇങ്ങനെ നടന്ന് അപ്പോഴാണ് അവൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ നമ്മുടെ ആൺകുട്ടിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടില്ലേ. പെൺകുട്ടിയുടെ കയ്യിൽ എന്തുണ്ട്, ഒരു വലിയ വളഞ്ഞ കത്തിയുണ്ട്. ആ കത്തി കൊണ്ട് അവൾ എന്താ ചെയ്യുന്നത്, അവിടെയുള്ള പുല്ലുകളൊക്കെ ചെത്തിയെടുക്കുകയാണല്ലേ. അതുപോലെ തന്നെ അവളുടെ കൈ നിറയെ കുപ്പിവളകളുണ്ട്. അവൾ കൈ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ചലിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ വളകളെല്ലാം കൂടി കൂട്ടിമുട്ടുമ്പോൾ ഒരു മ്യൂസിക് പോലെ ശബ്ദം ഉണ്ടാകുകയാണല്ലേ. ആ കയ്യിലുള്ള വളകൾ അവരുടേതായ ഭാഷയിൽ സംസാരിക്കുന്നത് പോലെ തോന്നി നമ്മുടെ കുട്ടിക്ക്. എന്നിട്ട് നമ്മുടെ കുട്ടി എന്താ ചോദിച്ചത്, എന്നിട്ട് ചോദിക്കുകയാണ്, ഹൗ ഫാർ ഈസ് ദ റിവർ ആസ്ക്ഡ് ദ ബോയ്.
അങ്ങനെ ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ അവൻ ചോദിച്ചു, ഇനി ഈ നദിയിലേക്ക് എത്ര ദൂരമുണ്ട്? Gail had obviously never been to the river, or she may have been thinking of another one because she said 20 miles without any hesitation. അങ്ങനെ അവൾ എന്താ പറഞ്ഞത്? അവൾ ഉറപ്പെന്ന രീതിയിൽ പറയാണ്. ഒരിക്കൽ പോലും അവൾ ആ നദിയിലോട്ട് പോയിട്ടുണ്ടാകില്ല. കാര്യം എന്താണ്? കുറേ ദൂരം കടന്നു പോകണം, ആൾക്കാരില്ലാത്ത വഴിയിലൂടെ പോകണം. പക്ഷേ അവൾ എന്തോ തിങ്ക് ചെയ്ത് പറയുന്നത് പോലെ അവൾ പെട്ടെന്ന് പറയാണ്, ഇവിടുന്ന് അങ്ങോട്ട് 20 മൈൽസാണ് എന്ന് പറയാണ് അല്ലേ. ഒന്നും ആലോചിക്കാതെ അവൾക്ക് എല്ലാം അറിയാമെന്ന മട്ടിൽ പറയാണ്. കാര്യം എന്താണ്? ഓൾറെഡി വുഡ് കട്ടർ പറഞ്ഞിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് 7 മൈൽസ് ഉള്ളൂ എന്നല്ലേ. പക്ഷെ ഇവളൊന്നും ആലോചിക്കാതെ പെട്ടെന്ന് എന്തോ ചിന്തിച്ച് പറയാണ്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് 20 മൈൽസ് ഉണ്ട് എന്നല്ലേ. കാര്യം എന്താണ്? അവൾക്ക് എല്ലാം അറിയാമെന്ന മട്ടിലാണ് അവൾ പറയുന്നത്. ഓക്കെ. The boy laughed and ran down the path. A parrot suddenly screeched, flew low over his head. A flash of red and green. The bird disappeared amongst the trees. അങ്ങനെ അതാണ്ട് കേട്ടപ്പോൾ ആൺകുട്ടി എന്ത് ചെയ്തു? ചിരിക്കാൻ തുടങ്ങിയില്ലേ. എന്നിട്ട് അവൻ ആ വഴിയിലേക്ക് ഓടിപ്പോയി. അപ്പോഴാണ് ഒരു പാരറ്റിന്റെ ശബ്ദം, ഒരു തത്തയുടെ ശബ്ദം ഉണ്ടാക്കിയിട്ട് അവൻ്റെ തലയുടെ മുകളിലൂടെ പറന്നു പോകുന്നത് അവൻ കണ്ടു. തത്തയുടെ കൊക്ക് നല്ല ചുവന്ന റെഡ് കളറാണ്, അതിൻ്റെ ശരീരം എങ്ങനെയാണ്? പച്ച കളറാണ് അല്ലേ. പെട്ടെന്ന് ആ തത്ത എന്ത് ചെയ്തു? അങ്ങനെ കടന്നു പോയില്ലേ. തത്ത കുറേ മരങ്ങളുണ്ട്, ധാരാളം മരങ്ങളുണ്ട്, കാടാണല്ലേ. അപ്പം എന്ത് ചെയ്തു? ഏതോ ഒരു മരങ്ങൾക്കിടയിൽ അതിനെ കാണാനില്ല, അതേ അങ്ങനെ മാഞ്ഞു പോയി എന്നാണ് പറയുന്നത്. A trickle of water came from the hillside and a boy stopped to drink. The water was cold and sharp but very refreshing. However, it seemed to have the effect of making him more thirsty. The sun was trickling his side of the hill and the dusty path became hotter. The stones scorching the boy's feet. He was sure he had gone halfway. He had walked for over an hour. ആ ഹിൽ സൈഡിൽ നിന്ന്, ആ കുന്നിൻ മുകളിൽ നിന്ന് ഒരു അരുവി പോലെ വെള്ളം വരുന്നുണ്ടായിരുന്നു അല്ലേ. ഇത് കണ്ടപ്പോൾ കുട്ടിക്ക് ഭയങ്കര ദാഹം തോന്നി. കാര്യം എന്താ വെച്ചാൽ അവന് ഒരുപാട് നേരമായില്ലേ നടക്കാൻ തുടങ്ങിയിട്ട്. ആ കുട്ടി അവിടെ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി നിന്നുല്ലേ. വെള്ളം ഭയങ്കര തണുപ്പായിരുന്നു. കുടിക്കും തോറും അവനക്ക് നല്ല റീഫ്രഷിങ്, അതായത് നല്ല ഉന്മേഷം തോന്നിയില്ലേ. പിന്നെ എന്ത് ചെയ്തു? അങ്ങനെ അവന് വെള്ളം കുടിക്കും തോറും പിന്നെന്താണ് അവനക്ക് തോന്നിയത്? പിന്നെയും ദാഹിക്കുന്നത് പോലെ തോന്നി. കാരണം എന്താണ്? വീണ്ടും വെള്ളം കുടിക്കാൻ തോന്നാൻ അത്രക്കും ടേസ്റ്റി ആയിരുന്നു ആ ഒരു വാട്ടറിന് അല്ലേ. അതുപോലെ തന്നെ സൂര്യപ്രകാശം നേരെ അവൻ എവിടേക്കാണോ നടക്കുന്നേ ആ കുന്നിൻ്റെ നേരെ ഭാഗത്തേക്ക് വന്ന് വീയാണ് സൂര്യപ്രകാശം അല്ലേ. അതുകൊണ്ട് തന്നെ അവൻ നടന്നുകൊണ്ടിരിക്കുന്ന വഴി ചുട്ടു പഴുത്തതുപോലെ തോന്നി. കാര്യം എന്താണ്? ഈ വെയിലൊക്കെ കൊണ്ട് അവിടെയുള്ള കൂറ്റം പാറകളുണ്ടല്ലേ, കല്ലുകളൊക്കെ, അതിലൊക്കെ അതിലൊക്കെ ഈ സൂര്യപ്രകാശം തട്ടിയിട്ട് ഭയങ്കര ഹോട്ടായിരുന്നു അല്ലേ. അവൻ്റെ കാലൊക്കെ പൊള്ളി, അവൻ്റെ കാലൊക്കെ പൊള്ളിയതുപോലെ അവനക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഈ കുട്ടിക്ക് ഉറപ്പുണ്ടായിരുന്നു പകുതി വഴിയെങ്കിലും എത്തിയിട്ടുണ്ട് എന്ന്. കാര്യം എന്താണ്? അവന് നടക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട് അല്ലേ. 1 മണിക്കൂറിലും കൂടുതലായിട്ടുണ്ട് അവനിങ്ങനെ നടക്കൽ തുടങ്ങിയിട്ട്. അപ്പോൾ ആ നദി എത്താറായിട്ടുണ്ട്, പകുതി വഴി പിന്നിട്ടു എന്ന് അവനക്ക് തോന്നി തുടങ്ങി. Presently he saw another boy heard of him driving a few goats down the path. അങ്ങനെ അവൻ നടന്ന് ഒരു ആട്ടിടയനെ കണ്ടുല്ലേ. ഒരു കുട്ടി കുറേ ആടുകളെ മേയ്ക്കുന്നതാണ് അവന് കണ്ടത്. How far is the river? he asked. അവൻ ചോദിച്ചു, ആട്ടിടയനോട് ചോദിച്ചു. അവന് ചോദിക്കാണ്, എന്താണ് ഇവിടുന്ന് ആ നദിയിലേക്ക് എത്ര ദൂരം ഉണ്ടെന്നല്ലേ. The village boy smiled in a friendly way and said, "Oh, not far, just round the next hill and straight down." അപ്പോൾ ആ ഗ്രാമത്തിലെ ആട്ടിടനായിട്ടുള്ള കുട്ടി അവനെ നോക്കി ചിരിച്ചോട്ട് പറയണം, ഇനി അത്ര ദൂരമൊന്നുമില്ല, ആ കാണുന്ന കുന്ന് ചുറ്റിക്കറങ്ങിയാൽ അവിടുന്ന് നേരെ സ്ട്രൈറ്റ് പോയാൽ നദിയിലെത്താമെന്ന് പറയാണ്. The boy, feeling hungry, unwrapped his loaf of bread and broke in its half, offering one portion to the village boy that sat on the hillside and ate in silence. 1 മണിക്കൂറായി വീട്ടിൽ നിന്ന് നടക്കാൻ തുടങ്ങിയിട്ടില്ലേ. അവന് ഭയങ്കര വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. അവൻ എന്ത് ചെയ്തു? അവൻ്റെ കയ്യിലുള്ള ബ്രെഡ് 2ആയി മുറിച്ചു. എന്നിട്ടോ ഒരു പീസ് അവനെടുത്തു. ഒരു പീസ് ആ ആട് മേച്ച് നടന്ന കുട്ടിക്കും കൊടുത്തു അല്ലേ, ആ വില്ലേജ് ബോയ്ക്ക് കൊടുത്തു. അവർ 2 പേരും ആ കുന്നിൻ മുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. When they had finished, they walked on together and began talking. The boy did not notice the smarting of his feet and the heat of the sun and the distance he had covered and the distance he had yet to cover. But after some time,
his companion had to diverge along another path, and the boy was once more on his own. എന്നിട്ട് എന്ത് സംഭവിച്ചു? അങ്ങനെ ആ ബ്രെഡിന്റെ കഷ്ണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും കൂടി നടന്ന് അങ്ങനെ പോയില്ലേ. കുറേ നേരം അവർ രണ്ടാളും ധാരാളം സംസാരിച്ച് വഴിയിലൂടെ നടന്നു തുടങ്ങി. അങ്ങനെ നമ്മുടെ കുട്ടിയുടെ കാലിൻ്റെ പൊള്ളൽ കൊണ്ടുള്ള വേദനയും ബുദ്ധിമുട്ടുകളൊന്നും അവൻ അറിഞ്ഞതേയില്ല. കാര്യം എന്താണ്? അവനക്ക് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടില്ലേ. നമുക്കറിയാം, ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടി നമുക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാകും. അങ്ങനെ പറഞ്ഞ് നമ്മളെല്ലാം മതിമറക്കൂലേ. അതുകൊണ്ട് തന്നെ അവൻ അതെല്ലാം മറന്നു. അതുപോലെ തന്നെ സൂര്യൻ്റെ ചൂടോ കാലിൻ്റെ ബുദ്ധിമുട്ടോ എത്ര ദൂരം അവന് ഇനി പോകാനുണ്ടെന്നോ ഒന്നും അവന് അറിഞ്ഞില്ല. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആട് മേയ്ക്കുന്ന കുട്ടിക്ക് അവൻ്റെ വീട്ടിലേക്ക് പോകേണ്ടി വന്നു അല്ലേ. അപ്പം എന്ത് ചെയ്തു? കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വഴി രണ്ടായില്ല. കാര്യം എന്താണ്? ഒരാൾ നദിയിലോട്ടും ഒരാൾ വീട്ടിലേക്കാണ് അല്ലേ. അങ്ങനെ രണ്ടുപേരും വഴിക്ക് പിരിഞ്ഞു. അങ്ങനെ വീണ്ടും അവൻ്റെ യാത്രയിൽ അവൻ ഒറ്റക്കായി എന്നാണ് പറയുന്നത്. He missed the village boy. He could not be seen. His own home was also hidden from the view by the side of the mountain. The river was not in sight either. He began to feel discouraged. He was sorry he had finished the bread. He might want to eat later. അങ്ങനെ നമ്മുടെ ആൺകുട്ടി എന്താ ചെയ്തത്? അവന് ആ വില്ലേജ് ബോയിനെ, ആ കുട്ടിയെ വല്ലാതെ മിസ് ചെയ്തു അല്ലേ. കാര്യം എന്താണ്? അത്രയും സമയം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു അല്ലേ. അതുപോലെ തന്നെ അവൻ്റെ സ്വന്തം വീട് ഇപ്പോൾ കാണാനില്ല. കാര്യം എന്താണ്? 1 മണിക്കൂറിൽ കൂടുതലായി അവൻ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. അവനൊന്ന് ജസ്റ്റ് തിരിഞ്ഞു നോക്കിയപ്പോൾ മല മാത്രമല്ലേ, ആ മൗണ്ടെയിൻ മാത്രമേ അവനക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. മലയുടെ ആ മൗണ്ടെയിൻ്റെ സൈഡിലുള്ള അവൻ്റെ വീട് പോലും കാണാൻ പറ്റിയില്ല. നദിയും അവനക്ക് കാണാൻ പറ്റൂലേ എന്നൊക്കെ അവനക്ക് എന്ത് ചെയ്തു? അവനാകെ ടെൻഷനായി. അവൻ്റെ ധൈര്യമൊക്കെ എന്ത് ചെയ്തു? തീരുന്നത് പോലെ അവനക്ക് തോന്നില്ലേ. കുറേ ദൂരം നടന്നിട്ട് നദിയും കാണുന്നില്ല, വീടും കാണുന്നില്ല. അവന് വല്ലാതെ ഡിസ്കറേജായി. കാര്യം എന്താണ്? ധൈര്യമൊക്കെ പോയില്ലേ. അതുപോലെ തന്നെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്രെഡിലെ ആ വില്ലേജ് പോയി അവനും കഴിച്ചു. അപ്പോൾ അവന് നിരാശ തോന്നി. കാര്യം എന്താണ്? ഇനിയും ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ അവനക്ക് അറിയില്ലായിരുന്നു കുറച്ച് ബ്രെഡും കൂടി കയ്യിൽ കരുതാമായിരുന്നു എന്ന് അവനക്ക് ഇങ്ങനെ തോന്നി തുടങ്ങി. He was determined to see the river. He walked on along the whole dusty stony path, past mud huts and terraced fields, until there were no more fields or huts, only forest and sun and loneliness. Now there was no man or any sign of man's influence, only trees and rocks and bramble and flowers, only silence. അങ്ങനെ എന്താണ്? അവന് ആ റിവർ കാണണമെന്ന ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്ന് അവനക്കുണ്ടായിരുന്നു അല്ലേ. അവന് പോകുന്ന പ്ലേസ്, അവന് പോകുന്ന വഴി എങ്ങനെയായിരുന്നു? പൊടിയുള്ള, നിറയെ കല്ലുകളുള്ള, മണ്ണ് കൊണ്ടുണ്ടാക്കിയ കുടിലുകൾ, പിന്നെ അതുപോലെ തന്നെ ഈ കുന്നിൻ മുകളിലൊക്കെ എങ്ങനെ കൃഷി ചെയ്യുക, സ്റ്റെപ്പായിട്ട് അങ്ങനെയുള്ള കുന്നുകൾ, അതൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. പിന്നെ അവന് നടന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് പിന്നീടോ കൃഷിഭൂമികളോ വീടുകളോ ഒന്നുമില്ലാത്തൊരു സ്ഥലത്തെത്തില്ലേ. എന്താ അവിടെ ഉണ്ടായിരുന്നത്? കൊടും കാടും സൂര്യനും ആരുമില്ലാത്ത ഒറ്റപ്പെട്ട ഫീലിങ്സ് മാത്രമാണ് അവനക്ക് ഉണ്ടായിരുന്നത് അല്ലേ. Now there was no man or any sign of man's influences, only trees and rocks and brambles and flowers, only silence. പിന്നെയോ ഇപ്പൊ എന്താ? ഒരാളോ മനുഷ്യനുണ്ടായിരുന്നില്ലല്ലേ. കാര്യം എന്താണ്? ആ വഴിക്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടാകുമെന്ന തോന്നലുണ്ടായിട്ടില്ല. കാര്യം അവിടെ എല്ലാം ട്രീസിലെ വലിയ വലിയ മരങ്ങൾ, കല്ലുകൾ, പാറകൾ, മുൾച്ചെടികൾ, പൂക്കളും എല്ലാം കൊണ്ടൊരു നിശബ്ദത മാത്രമായിരുന്നു അല്ലേ. ഒരു സൈലൻസ് ഫീലിങ്സ് ആയിരുന്നു അവിടെ. സൈലൻസ് വാസ് ഇംപ്രസീവ് ആൻഡ് എ ലിറ്റിൽ ഫ്രൈറ്റനിങ്. ഇറ്റ് വാസ് ഡിഫറെന്റ് ഫ്രം ദ സൈലൻസ് ഓഫ് എ റൂം ഓർ സ്ട്രീറ്റ്. It was the silence of space, of the unknown, the silence of God. ആ ഒരു സൈലൻസ്, ആ ഒരു നിശബ്ദത അവനെ ഇഷ്ടപ്പെടുത്തിയില്ലേ. കാര്യം ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അവനക്ക്. കാര്യം എന്താണ്? നല്ല അടിപൊളിയായിട്ടുള്ളൊരു സൈലൻസ്, ഒരു പ്രത്യേക ഫീലിങ്സ് ആയിരുന്നു. പക്ഷേ കുറച്ച് പേടി ഉണ്ടാക്കുന്നതായിരുന്നു അല്ലേ. കാര്യം എന്താണ്? നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന, അതായത് സ്വന്തം റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആ ഒരു ഫീലിങ്സ്, ആ ഒരു നിശബ്ദത ആയിരുന്നില്ല. കാര്യം എന്താണ്? അതിനേക്കാളും വളരെ ഡിഫറൻസ് ആയിട്ടാണ് തോന്നിയത് ആ കാടിനുള്ളിലെ നിശബ്ദത അല്ലേ. ഭയാനകമായിട്ടുള്ളൊരു നിശബ്ദതയായിരുന്നു, ദൈവികമായിട്ടുള്ളൊരു നിശബ്ദതയായിട്ട് തോന്നി അവനക്ക് എന്നാ പറയുന്നത് അല്ലേ. Then as the boy rounded a sharp bend, the silence broke into the sound. അവന് പെട്ടെന്ന് ഒരു തിരിവ് കടന്ന് അല്ലേ, ഒരു വളവ് കടന്ന്. അപ്പോൾ സൈലൻസ് ആകെ മാറിയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്തു? ഒരു ഭയങ്കര ശബ്ദം വന്നു അല്ലേ. ഒരു അലർച്ച പോലത്തെ ഒരു സൗണ്ടാണ് വന്നത്. അപ്പം എന്താ നമുക്ക് നോക്കാം.
Sudden roaring sound, the sound of the river. Far down in the valley, the river tumbled over the rocks. The boy gasped and began to run. He slipped and stumbled, but still he ran. Then he was ankle deep in the painfully cold mountain water, and the water was blue and white and wonderful. അപ്പം എന്താ പറയുന്നത്, അവന് പെട്ടെന്നൊരു ശബ്ദം കേട്ടുല്ലേ. അപ്പം അതെന്തിൻ്റെ ശബ്ദമായിരുന്നു? വെള്ളത്തിൻ്റെ ശബ്ദമാണ് കേട്ടതില്ലേ. ആ വാലിയുടെ താഴ്വാരയുടെ കുറച്ച് ദൂരെ നിന്ന് കാണുന്നുണ്ട് ആ നദിയിലെ വെള്ളം പാറയുടെ മുകളിലൂടെ വീഴുകയാണല്ലേ. അവനൊന്ന് നെടുവീർപ്പിട്ടു. കാര്യം എന്താണ്, അവനക്കൊരു ആശ്വാസമായി. അങ്ങനെ അവൻ ആ വെള്ളം കാണുന്ന സ്ഥലത്തേക്ക് ഓടി തുടങ്ങില്ലേ. ഭയങ്കര സന്തോഷത്തോടെ ഓടുകയാണ്. അവന് കാല് വഴുക്കി വീഴാൻ എന്ത് ചെയ്തു, അവന് കാല് വഴുക്കി വീഴാൻ പോയിട്ടും അവന് ഓടിക്കൊണ്ടേയിരുന്നില്ലേ. അങ്ങനെ അവൻ ആ റിവറിലേക്ക് എത്തി. എന്ത് ചെയ്തു, ആ റിവറിലേക്ക് എത്തിയിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് അവന് മുട്ടോളം വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല തണുപ്പായിരുന്നു അല്ലേ, സഹിക്കാൻ പറ്റുന്നതിലപ്പുറം തണുപ്പായിരുന്നു. വെള്ളത്തിൻ്റെ കളർ എങ്ങനെയായിരുന്നു? നീലയും വെള്ളയും കലർന്ന കളറായിരുന്നു അല്ലേ. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അങ്ങനെ നമ്മുടെ കുട്ടി എന്ത് ചെയ്തു, അവന് ലാസ്റ്റ് അവൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തിയെന്നാണ് ഈ സ്റ്റോറി പറയുന്നത്. നമ്മുടെ കുട്ടി അവൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലേ. പ്രകൃതിയോടുള്ള അവൻ്റെ സ്നേഹമാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. സ്റ്റോറി എഴുതിയിട്ടുള്ളത് ആരാണ്? റസ്കിൻ ബോണ്ട് ഈസ് ആൻ ഇന്ത്യൻ റൈറ്റർ ഹൂ റൈറ്റ്സ് ഇൻ ഇംഗ്ലീഷ്. ഹി ഹാസ് റിട്ടൺ നോവൽസ് ആൻഡ് പോംസ് ആൻഡ് ഈസ് നോൺ ആസ് മോസ്റ്റ്ലി ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. ഹി ഹാസ് മോർ ദാൻ 500 ഷോർട്ട് സ്റ്റോറീസ് ടു ഹിസ് ക്രെഡിറ്റ്. അപ്പോൾ എന്താണ്, റസ്കിൻ ബോണ്ട് ഒരു ഇംഗ്ലീഷ് റൈറ്ററാണ്. അദ്ദേഹം ധാരാളം നോവൽസും പോയം എഴുതിയിട്ടുണ്ട്. കൂടുതലായിട്ടും അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള എന്താണ്, ചിൽഡ്രൻസ് ലിറ്ററേച്ചറിനുള്ള നമ്മുടെ റസ്കിൻ ബോണ്ട് കൊടുത്ത കൃതികളാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്. അദ്ദേഹം 500-ലധികം സ്റ്റോറീസ്, കഥകൾ കുട്ടികളുടെ സെക്ഷന് മാത്രം എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിലെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.